എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? പാർട്ടിക്കകത്തും ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള സംശയം, മുന്നണിക്കകത്തും പറഞ്ഞാലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ മണ്ഡലമാണ്. ശരിക്കും പറഞ്ഞാൽ CPM എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല നമുക്ക് തന്നെ സംശയം തോന്നിയിരുന്നു. 38,000 ഒരു ഘടകകക്ഷിക്ക് 38,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന ഏക മണ്ഡലമായിരിക്കും. അതെ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം LDF-ൽ ഒരു ഘടകകക്ഷിക്ക് കിട്ടിയ മണ്ഡലമാണ്. പക്ഷെ മന്ത്രിസഭയിൽ AK ശശീന്ദ്രന്റെ പെർഫോമൻസിനെ കുറിച്ച് വ്യത്യസ്ത വിലയിരുത്തൽ വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പകുതി വോട്ടേ ഉള്ളൂ കേട്ടോ. LDF-നെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഈ 50% UDF LDF-നും 27% മാത്രം UDF. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഏറ്റവും അധികം നമ്മൾ മോശം മന്ത്രിമാരുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതിൽ ഒരാളാണ്, മനസ്സിലാക്കണം. അപ്പോൾ അത് എന്താണ് പ്രതിഫലിക്കാത്തത്? അത് ചങ്കിൽ പാർട്ടി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ലീഡ് നേടിയ അപൂർവം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നാണ് ആലത്തൂരിൽ LDF ആണോ UDF ആണോ എന്നുള്ളതാണ്. ഏലത്തൂരിൽ ഇതാ ഏലത്തൂരിൽ ഏലത്തൂരിൽ വീണ്ടും LDF വരും എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എത്തുന്നു LDF UDF. കോഴിക്കോട് മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തുന്നു. റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 2026. ഒപ്പത്തിനൊപ്പം എത്തിയില്ലേ?